ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അച്ചോ, കഴിഞ്ഞ ദിവസം യൂദാസ്ലിഹായുടെ ലേഖനത്തെ അടിസ്ഥാനമാക്കി വിമതർക്കും മുന്നേറ്റക്കാർക്കും എതിരെ അച്ഛൻ ആഞ്ഞടിച്ചല്ലോ. യൂദാസ്ലിഹായുടെ ലേഖനത്തിൽ പ്രധാന മാലാഖയായ മിഖായേല് മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിച്ചുവെന്ന് ഒരു വചനമുണ്ടല്ലോ. ഈ മിഖായേൽ മാലാഖ പിശാചിനെതിരെ ദണ്ഡനവിധി പ്രസ്താവിച്ചില്ല, ഉച്ചരിച്ചില്ല എന്നും എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ മിഖായേൽ മാലാഖയും പിശാചും തമ്മിലുള്ള പ്രശ്നം? അതിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നവുമായിട്ട് എങ്ങനെയാണ് അച്ഛൻ അത് ബന്ധിപ്പിക്കുന്നത്? അതിന് എന്ത് ന്യായമാണുള്ളത്? ഇത് കഴിഞ്ഞ ദിവസം വന്ന ഒരു ചോദ്യമാണ്. ഞാൻ അതിന് ഉത്തരം പറയാം. ആദ്യം ഈ മിഖായേലും പിശാചും തമ്മിലുള്ള ആ തർക്കത്തെക്കുറിച്ച് പറയാം. പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം, ഫരീദാബാദ് രൂപതയിലെ പ്രശ്നം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ എന്തുകൊണ്ടത് കണക്ട് ചെയ്യുന്നു, ആ ബന്ധം എങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. ഈ യൂദാസ്ലിഹയുടെ ലേഖനത്തിൽ 9ഉം 10ഉം വചനങ്ങളാണ്. 9ാമത്തെ വചനമാണ് ഈ ചോദ്യം ചോദിച്ചത്. 9ഉം 10ഉം വചനങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കതിന് ഉത്തരം കിട്ടും. ഞാൻ ആ വചനം ഒന്ന് പറയാം. 9ാമത്തെ വചനം: എന്നാൽ പ്രധാന മാലാഖയായ മിഖായേല് മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ അവൻ ഒരു ദൂഷണവിധി ഉച്ചരിക്കാൻ തുനിയാതെ കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇത് യൂദാസ്ലിഹ എഴുതിയിരിക്കുന്നതാണ്. പ്രധാന മാലാഖയായ മിഖായേല്, ദൈവജനത്തിൻ്റെ കാവൽ മാലാഖിയാണ് മിഖായേൽ എന്നാണ് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ 10ാമത്തെ അധ്യായം 21ാം വാക്യത്തിലും 12ാം അധ്യായം 1ാമത്തെ വാക്യത്തിലും പറയുന്നത്. സാത്താനും സാത്താൻ്റെ സൈന്യങ്ങൾക്കുമെതിരെ സ്വർഗീയ സൈന്യത്തിൻ്റെ യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്ന സൈന്യ തലവനാണ്, സൈന്യാധിപനാണ് മിഖായേൽ. വെളിപാടിൻ്റെ പുസ്തകം 12ാമത്തെ അധ്യായം 7 തൊട്ട് 9 വരെ വാക്യങ്ങളും, 1 തെസ്സലോനിക്കർക്കുള്ള 1ാമത്തെ ലേഖനം 4ാമത്തെ അധ്യായം 16ാമത്തെ വാക്യത്തിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവജനം സാത്താനുമായിട്ട് യുദ്ധത്തിലാണ്. ഈ സാത്താന സൈന്യങ്ങൾക്കുമെതിരെ സ്വർഗീയ സൈന്യമുണ്ട് നമ്മുടെ കൂടെ. ആ സ്വർഗീയ സൈന്യത്തിൻ്റെ സൈന്യ തലവനാണ്, പട്ടാള തലവനാണ് മിഖായേൽ. അതാണ് പ്രധാന മാലാഖയായ മിഖായേൽ എന്ന് പറയുന്നത്. പ്രധാന മാലാഖയായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കാൻ തുനിയാതെ കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. കർത്താവ് നിന്നെ ശാസിക്കട്ടെ. ഈ വചനം ബൈബിളിൽ ഇല്ല. അങ്ങനെ വചനമില്ല ബൈബിളിൽ. എന്നാൽ യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു അപ്രാമാണിക ഗ്രന്ഥമാണ് മോശയുടെ മോക്ഷക്കരേറ്റം, ദ അസംഷൻ ഓഫ് മോസസ്. അതൊരു അപ്രാമാണിക ഗ്രന്ഥമാണ്, പുരാണമാണ്, മിത്താണ്, ഐതിഹ്യമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയരുത്. അതേസമയം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യമാകാനും പാടില്ല. അപ്പോൾ യൂദാസ്ലീഹ അവരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. ആർക്കാണ് ഉത്തരം കൊടുക്കുന്നത് എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ മോശയുടെ മോക്ഷക്കരേറ്റം, ദ അസംഷൻ ഓഫ് മോസസ്, മോശയുടെ സ്വർഗ സംവഹനം എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ആ അപ്രാമാണിക ഗ്രന്ഥത്തിൽ മിഖായേലും പിശാചും തമ്മിലുള്ള സംഭാഷണമുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതി, ഈ അപ്രാമാണിക ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് കയ്യെഴുത്ത് പ്രതി കിട്ടിയിട്ടുണ്ട്. ആ കയ്യെഴുത്ത് പ്രതിയിൽ അതിന് ഉപസംഹാരമില്ല. മോശയുടെ മരണത്തോടെ കഥ അവസാനിക്കുകയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതിയിൽ. പക്ഷേ പല സഭാപിതാക്കന്മാർക്കും ഈ കഥയുടെ അവസാനം അറിയാമായിരുന്നു. അവർക്ക് കിട്ടിയ വ്യാഖ്യാനങ്ങൾ, നമുക്ക് കിട്ടിയ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ ഇതിന് ഉപസംഹാരമുണ്ട്. അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതിയിൽ ആ ഉപസംഹാരം നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇനി ചിലപ്പോൾ പിന്നീട് കിട്ടുമായിരിക്കാം, ഗവേഷണങ്ങൾ നടത്തി ചിലപ്പോൾ കിട്ടുമായിരിക്കാം. ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ അപ്രാമാണിക പുസ്തകത്തിൽ ഉപസംഹാരമില്ല. പക്ഷേ സഭാപിതാക്കന്മാർക്ക് ആ ഉപസംഹാരം അറിയാമായിരുന്നു. ആ ഉപസംഹാരത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് അവർക്ക് ഈ ഉപസംഹാരം അറിയാമായിരുന്നു എന്ന് നമുക്ക് അറിയുന്നത്. ഈ ആ ഉപസംഹാരം എന്തായിരുന്നു? ഈ മോശയുടെ മോക്ഷക്കരേറ്റം അല്ലെങ്കിൽ സ്വർഗ സംവഹനം എന്ന് പറഞ്ഞ അപ്രാമാണിക ഗ്രന്ഥത്തിൽ എന്തായിരുന്നു ഈ മോശയും പിശാചും തമ്മിലുള്ള സംഭാഷണം? അതാണ് ഉപസംഹാരം. മോശയുടെ മരണം കഴിഞ്ഞിട്ടുള്ള സംഗതികൾ.
അതെന്താണെന്ന് ഈ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മോശെ ഈജിപ്തിലെ ഒരാളെ കൊന്നിട്ടുള്ള ആളാണ്, കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതായത് ദൈവപ്രമാണം ലംഘിച്ചിട്ടുള്ള ഒരാളാണ് മോശെ. അതിനാൽ മോശയുടെ ശരീരം തനിക്ക് വിട്ടുതരണമെന്നും അത് സാത്താൻ അവകാശപ്പെട്ടതാണെന്നും നരകത്തിന് അവകാശപ്പെട്ടതാണെന്നും സാത്താൻ ദൈവത്തോട് വാദിക്കുകയാണ്. മോശ കൊലപാതകം ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കൊലപാതകം ചെയ്ത ആളെ, ദൈവപ്രമാണം ലംഘിച്ച ആളെ നരകത്തിലേക്കല്ലേ വിടേണ്ടത്? അതുകൊണ്ട് മോശയുടെ ശരീരം തനിക്ക് വിട്ടുതരണമെന്ന് സാത്താൻ അറ്റോർണി ജനറൽ, ഈ സ്വർഗത്തിന് മുമ്പാകെ വാദിച്ച് ജയിക്കുന്ന അറ്റോർണി ജനറലായിട്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ സാത്താൻ ദൈവത്തോട് പറയുകയാണ്, മോശെ കൊലപാതകം ചെയ്തിട്ടുണ്ട്, 5-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോശയുടെ ശരീരം സാത്താന് വിട്ടുകൊടുക്കണം. സാത്താൻ പറയാണ്, എനിക്ക് വിട്ടുതരണം, നരകത്തിലാണ് മോശയുടെ സ്ഥാനം. അപ്പോൾ മോശയുടെ ദേഹം മറവ് ചെയ്യാനായി ദൈവം മിഖായേൽ മാലാഖയെ അയച്ചു. അങ്ങനെയാണ് കാണുന്നത്. ദൈവം മോശയുടെ ദേഹം മറവ് ചെയ്യാനായി മിഖായേൽ മാലാഖയെ അയച്ചു. ഈ മിഖായേൽ മാലാഖ പിശാചിനോട് തർക്കിക്കാനൊന്നും നിന്നില്ല. കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. ഈ പിശാച് ഇങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ ഒരു ദണ്ഡന വിധി അല്ലെങ്കിൽ ഒരു ദൂഷണ വിധി സാത്താനെതിരെ പ്രഖ്യാപിക്കാൻ നിൽക്കാതെ പ്രധാന മാലാഖ കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ നിയമാവർത്തന പുസ്തകം 34:6 മോശയെ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അറിയാത്തതിനാൽ പിന്നെ നമ്മൾ വെളിപാട് പുസ്തകമാണ് മോശയെ കാണും സ്വർഗത്തില്. അതുകൊണ്ട് മോശം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്നൊരു ഒരു പാരമ്പര്യം യഹൂദരുടെ ഇടയിലുണ്ട്. യേശുവിൻ്റെ രൂപാന്തരീഭാവ സമയത്ത് ഏലിയായും മോശയുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഏലിയ സ്വർഗത്തിലേക്ക് അഗ്നിരഥത്തിൽ എടുക്കപ്പെടുകയായിരുന്നു. മോശയെ പ്രധാന മാലാഖ കൊണ്ടുപോയെന്നാണ് യഹൂദരുടെ ഇടയിലെ പാരമ്പര്യം. അത് ശരിയാണെന്ന സൂചന വെളിപാട് പുസ്തകത്തിലുണ്ട്. രൂപാന്തരീഭാവ രംഗത്തുമുണ്ട് ഏലിയായും മോശയും. അതായത് കഴിഞ്ഞ പഴയ നിയമത്തിൽ മരിച്ചെങ്കിലും സ്വർഗത്തിൽ എടുക്കപ്പെട്ട മോശയും സ്വർഗത്തിൽ എടുക്കപ്പെട്ട ഏലിയായും അവർ രണ്ടുപേരുമാണ് സ്വർഗാരോഹണം ചെയ്യാനിരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് രൂപാന്തരീഭാവത്തിൽ വരുന്നത്. അതുപോലെ തന്നെ വെളിപാട് പുസ്തകത്തിൽ മോശയും ഏലിയായും സ്വർഗത്തിലുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ആണ് ഈ മോശയുടെ മോക്ഷക്കരേറ്റം അല്ലെങ്കിൽ സ്വർഗ സംവഹനം എന്ന അപ്രാമാണിക ഗ്രന്ഥം ഉണ്ടായത്. ചില സൂചനകൾ ബൈബിളിലുണ്ട്, ബാക്കിയുള്ളത് അവർ കുറച്ച് ഭാവനയെല്ലാം കലർത്തി എഴുതുന്നു. അതേസമയം സത്യത്തിന് അംശം ഉണ്ട് താനും. ഈ യൂദാസ് ലീഗ പറയുന്ന പോയിന്റ് ഈ കഥയിലേക്ക്, അതായത് അപ്രാമാണിക ഗ്രന്ഥമായ മോശയുടെ സ്വർഗ സംവഹനം എന്ന ആ ഗ്രന്ഥത്തിൽ കാര്യം ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലേക്ക് സൂചന നൽകിയിട്ട് യൂദാസ് ലീഗ പറയുന്ന കാര്യം ഇതാണ്: പിശാചിനെ പോലും അധിക്ഷേപിക്കാൻ മിഖായേൽ മാലാഖ മുതിർന്നില്ല. കർത്താവ് തന്നെ ശാസിക്കട്ടെന്ന് പറഞ്ഞു, പക്ഷേ പിശാചിനെ അധിക്ഷേപിക്കാനോ ദൂഷണവിധി പറയാനോ ദണ്ഡനവിധി പറയാനോ ഒന്നും തന്നെ പ്രധാന മാലാഖ മിഖായേൽ പോലും മുതിർന്നില്ല. അങ്ങനെയുള്ള മാലാഖമാരെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് ഈ സഭയിൽ നുഴഞ്ഞു കയറി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചില ആളുകൾ. അപ്പൊ യൂദാസ് ലീഗ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്ക് കേൾക്കുന്നവർക്ക് കൂടുതൽ മനസ്സിലാകും. സഭയിൽ യൂദാസ് ലീഗ ഏത് സഭയ്ക്കാണോ ലേഖനം എഴുതിയത് ആ സഭയിൽ കുറച്ച് പേര് നുഴഞ്ഞു കയറി. എന്നിട്ട് അവർ പ്രധാനപ്പെട്ട ചില അധികാര സ്ഥാനങ്ങളൊക്കെ ഇരുന്നിട്ട് തെറ്റായ പ്രബോധനങ്ങൾ കൊടുക്കുകയാണ്. മാലാഖമാരെ പോലും പരിഹസിക്കുക. അപ്പോൾ ഈ പിശാചിനെ പോലും ദൂഷണവിധി പറഞ്ഞ് ഇല്ലേ, കർത്താവ് തന്നെ ശാസിക്കട്ടെന്ന് മാത്രം പറഞ്ഞ് ആ മാലാഖയുടെ അന്തസ്സ് സൂക്ഷിച്ച ആ മാലാഖയെ പോലും പരിഹസിക്കുന്ന തരത്തിലാണ് നുഴഞ്ഞു കയറി അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ചില ആളുകളെന്നാണ് യൂദാസ് ലീഗ പറയുന്നത്. ഞാൻ മറ്റു കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പൊ യൂദാസ് ലീഗ അപ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത് എഴുതുന്നു എന്ന് കരുതി ആ അപ്രാമാണിക പുസ്തകം അങ്ങനെ തന്നെ സ്വീകരിക്കാമെന്ന് അർത്ഥമില്ല. ആദിമസഭ അതിനെ അപ്പാട് അംഗീകരിച്ചതുമില്ല. അതിന് വേദത്താളുകളോടൊപ്പം ആധികാരികതയുള്ളതായി കരുതിയതുമില്ല. അന്നത്തെ വായനക്കാർക്ക് പരിചിതമായ ഒരു കഥയിലേക്ക് കൈചൂണ്ടി ഒരു സത്യം ആവിഷ്കരിക്കുന്നു. അങ്ങനെയൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. സ്ലീഹന്മാർ നടപടി 17:28, 1 കൊരിന്തോസ് 15:33, തീത്തോസിന്റെ ലേഖനം 1:12 അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാത്താനെതിരെ ഇതിനോട് സാമ്യമുള്ളൊരു ശാസന, അതായത് കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്ന് പഴയ നിയമത്തിൽ സക്രിയയുടെ പ്രവചനത്തിലുണ്ട്. അപ്പോൾ ഈ അപ്രാമാണിക ഗ്രന്ഥം, മോശയുടെ സ്വർഗ സംവഹനം എന്ന് പറയുന്ന അപ്രാമാണിക ഗ്രന്ഥം പല തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ സക്രിയായുടെ പുസ്തകത്തിൽ
സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, അതിൽ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം മഹാപുരോഹിതനായ യേശുവ യാഹ്വേയുടെ മാലാഖയുടെ മുമ്പിൽ നിൽക്കുന്നതും അവനിൽ കുറ്റം ചുമത്താൻ സാത്താൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു. സക്കറിയായ്ക്കുണ്ടായ ഒരു ദർശനമാണ്. യാഹ്വേ സാത്താനോട് പറഞ്ഞു, സാത്താനെ, യാഹ്വേ നിന്നെ ശാസിക്കുന്നു. യെരൂസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യാഹ്വേ തന്നെ നിന്നെ ഭർഷിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ ഇവൻ? സക്കറിയ പ്രവാചകന്റെ 4-ാമത്തെ ദർശനമാണ്. മഹാപുരോഹിതനായ യേശുവ, മറ്റേ യേശുവയല്ല, മഹാപുരോഹിതനായ യേശുവയെ കുറിച്ചുള്ള ദർശനമാണ്. മഹാപുരോഹിതനായ യേശുവയെ മുടി അണിയിക്കുകയാണ് 4-ാമത്തെ അധ്യായത്തിൽ. 4-ാമത്തെ അധ്യായം 4 മുതൽ 10 വരെ വാക്യങ്ങൾ. വിശുദ്ധ നഗരമായ യെരൂസലേമിന്റെ പുനരുദ്ധാരണം, ദിവ്യമായ തീമതിലിന്റെ സംരക്ഷണം എന്നിവ കഴിഞ്ഞ് വിശുദ്ധമായ നേതൃത്വമാണ് സക്കറിയ, അതായത് വിശുദ്ധമായ നേതൃത്വം വെച്ചാൽ മഹാപുരോഹിതനായ യേശുവയുടെ നേതൃത്വമാണ് സക്കറിയ പ്രവാചകൻ ദർശനത്തിൽ കാണുന്നത്. ആ ദർശനം നടക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന സമിതിയിലാണ്. 1 രാജാക്കന്മാർ 22:19 മുതൽ 22 വരെ, ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6 മുതൽ 12 വരെ, 2-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളൊക്കെ ഈ ദൈവത്തിന്റെ ആലോചന സമിതി, ദൈവത്തിന്റെ സിനഡ് കാണാം. ഈ ചിലപ്പോൾ ദൈവം നേരിട്ട് പ്രത്യക്ഷനാകും ഈ ന്യായാസനത്തിൽ ഇരിക്കാൻ, ചിലപ്പോൾ ദൈവം നേരിട്ട് പ്രത്യക്ഷനാകില്ല. ഇവിടെ ദൈവം നേരിട്ട് പ്രത്യക്ഷനാകുന്നില്ല, ദൈവമായ യാഹ്വേ നേരിട്ട് പ്രത്യക്ഷനാകുന്നില്ല. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ മാലാഖയാണ് ആലോചന സമിതിയിൽ അധ്യക്ഷം വഹിക്കുന്നത്. ഉൽപ്പത്തി 31 അധ്യായം 11 മുതൽ 13 വരെയും പുറപ്പാട് 3:2 ആ സൂചനകളുണ്ട്. ഈ അധ്യക്ഷം വഹിക്കുന്ന മാലാഖയുടെ മുമ്പിൽ യേശുവ, മഹാപുരോഹിതന യേശുവ ഹാജരാകുന്നു. സാത്താൻ മഹാപുരോഹിതനായ യേശുവക്കെതിരെ കുറ്റം ആരോപിക്കുന്നു. അപ്പോൾ ഈ സാത്താൻ എന്ന വാക്കിന് പ്രതിയോഗി, വാദി എന്നൊക്കെയാണ്. എപ്പോഴും ദോഷാരോപണം ചെയ്യുന്നവൻ, പരദൂഷണം പറയുന്നവൻ, നേഷണി പറയുന്നവൻ എന്നൊക്കെയാണ് വെളിപാട് 12:10 പറയുന്നത്. കോടതിയിൽ പ്രതിയുടെ മേൽ കുറ്റം ചുമത്തുന്ന പ്രോസിക്യൂട്ടർ പോലെയാണ് സാത്താൻ ഇവിടെ പെരുമാറുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ സാത്താൻ എന്ന വാക്കിന് പ്രശ്നം സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ മഹാപുരോഹിതനെതിരെയാണ് സാത്താന്റെ കുറ്റാരോപണം. എന്ത് കുറ്റമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒന്നുകിൽ സക്കറിയയുടെ സമകാലികർ അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യേശുവ ബാബിലോണിൽ പ്രവാസത്തിലായിരുന്നു എന്നതായിരിക്കാം മഹാപുരോഹിതനാകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കണമെന്ന ആരോപണത്തിന്റെ പിന്നിലെ യുക്തി. ഈ യേശുവ എന്ന് പറയുന്നത് ബാബിലോണിലായിരുന്നു, കൽദായരുടെ നാട്ടിലായിരുന്നു. അവിടെ വിജാതീയ നാട്ടിലായിരുന്നു കൊണ്ട് അവന് മഹാപുരോഹിതനാക്കാൻ പാടില്ലെന്നാണ് ഈ സാത്താൻ ആരോപിക്കുന്നത്. അതായിരിക്കും മിക്കവാറും കാരണം. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ ഇവൻ? ഇതൊരു പ്രാചീന പഴമൊഴിയാണ്. കുറ്റം യേശുവയുടെ മേൽ ചുമത്തിയതിന് സാത്താനെ ആ പഴമൊഴി ഉപയോഗിച്ച് ദൈവം ശകാരിക്കുകയാണ്. പ്രവാസമെന്ന അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാണ് യേശുവ എങ്കിലും പരിക്കൊന്നും കൂടാതെ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണവൻ, വിറക് കൊള്ളി. വ്യക്തിപരമായ പ്രലോഭനമാണ് സാത്താന്റെ ആക്ഷേപമെങ്കിൽ അതിൽ നിന്നും പരിക്ക് കൂടാതെ രക്ഷിക്കപ്പെട്ടവനാണ് യേശുവ എന്ന മഹാപുരോഹിതൻ എന്ന് യാഹ്വേ തന്റെ മാലാഖിയരോട് വെളിപ്പെടുത്തുന്നു. ബാബിലോണിയയിലെ പ്രവാസൽ തിരിച്ചെത്തിയ ശിഷ്ടഭാഗത്തെയും വിശുദ്ധ ശിഷ്ടഭാഗത്തെയും ഈ പഴമൊഴിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ടാകാം. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവർ എന്ന് പറയുന്നത് അതാണ്. അടിമത്തം എന്ന അഗ്നിപരീക്ഷണത്തിലൂടെ കടന്നുപോയി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തിയവരാണ് ഈ വിശുദ്ധ ശിഷ്ടഭാഗം. ആ വിശുദ്ധ ശിഷ്ടഭാഗത്തിനെയാണ് യാഹ്വയുടെ ദരിദ്രർ എന്ന് പറയുന്നത്. ആ യാഹ്വയുടെ ദരിദ്രരിലാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അപ്പോൾ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയെ പോലുള്ള പരിക്ക് കൂടാതെ രക്ഷപ്പെട്ട യേശുവ എന്ന മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതനെ എതിരെ ഈ സാത്താൻ ആരോപണം ഉന്നയിച്ചപ്പോൾ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്നാണ് മാലാഖ പറഞ്ഞത്. അപ്പൊ അതിലേക്ക് ഈ യൂദാസ് ലീഗ കൈ ചൂണ്ടുന്നുണ്ടാകാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോശയുടെ ഈ ശരീരം കിട്ടാൻ വേണ്ടിയുള്ള സാത്താന്റെ അടവും. സ്വാഭാവികമായിട്ടും ഇതെങ്ങനെയാണ് അച്ഛൻ ഈ എറണാകുളത്തെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയതെന്നാണ് ഞാൻ സൂചന നൽകി കഴിഞ്ഞു. ഒന്ന്, സഭയിൽ നുഴഞ്ഞു കയറിയിട്ട് നേതൃസ്ഥാനങ്ങൾ വന്നിട്ട് അവര് ഈ യൂദാസ് ലീഗ് ഏത് സഭയ്ക്കാണോ ലേഖനം എഴുതുന്നത് ആ സഭയിൽ അവിടെ നേതൃസ്ഥാനത്തിരുന്ന് പാഷാണ്ഡത പഠിപ്പിക്കുക, കള്ളപ്രവാചകൻ എന്ന് പറയണം അവരെ കുറിച്ച്. പിന്നെ വ്യാജ പ്രബോധനങ്ങൾ, അതായത് വേദവിപരീതം പഠിപ്പിക്കുക. എന്തിനാണ് വേദവിപരീതം പഠിപ്പിക്കുന്നത്? വേദവിപരീതം പഠിപ്പിക്കുന്നത് വിഭാഗീയത ഉണ്ടാക്കാൻ, എന്നിട്ട് ഒരു പക്ഷത്ത് തങ്ങളുടെ കൂടെ നിർത്താൻ. അപ്പോൾ സ്ലീഹന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രബോധനം പഠിപ്പിച്ച് സഭയിലൊരു ഭിന്നിപ്പുണ്ടാക്കി, വിഭാഗീയത ഉണ്ടാക്കി,
ഒരു പക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്തുക. എറണാകുളത്ത് ചെയ്യുന്നത് പോലെ, ഫരീദാബാദിൽ ചെയ്യുന്നത് പോലെ നേതൃത്വത്തിൽ നുഴഞ്ഞു കയറിയവർ, നേതൃത്വത്തിലേക്ക് നുഴഞ്ഞു കയറിയവർ, അവര് പുറകിലെ വാതിലൂടെ വന്നവരാണ്, കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അല്ലെങ്കിൽ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കില്ല. ഒരു പക്ഷത്തെ ഓരോ ഇടവകയിലും ഒരു പക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്തി തങ്ങളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങള്, സഭാവിരുദ്ധമായ താല്പര്യങ്ങള്, വിശ്വാസവിരുദ്ധമായ താല്പര്യങ്ങള്, നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിനും പൈതൃകത്തിനും ചേരാത്ത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വിഭാഗീയത ഉണ്ടാക്കുക, ഇടവകയിലും രൂപതയിലൊക്കെ. അങ്ങനെയുള്ള അവരെ കള്ളപ്രബോധകന്മാർ എന്നാണ് യൂദാസ് ലീഗ വിളിക്കുന്നത്, കള്ളപ്രവാചകന്മാര്. അപ്പോൾ ഈ അവരെ പഠിപ്പിച്ചൊരു വേദവിപരീതത്തിൽ എന്താണെന്നറിയോ? ഒന്ന്, മാലാഖമാര് തന്നെ ഇല്ല. പണ്ട് ഈ സദുക്കായർ അങ്ങനെ വിചാരിച്ചിരുന്നു, മാലാഖമാരില്ല. ഇനി മാലാഖമാരുണ്ടെങ്കിൽ തന്നെ അവരത്ര ബഹുമാനിക്കേണ്ടതില്ല. കാരണം മാലാഖമാർ പോലും വരാനായിട്ട് മടിക്കുന്ന സ്ഥലത്താണ്, മധുബകയിലാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ മാലാഖമാരെക്കാളും വലുതല്ലേ? ഇങ്ങനെ മാലാഖമാരെ ഇങ്ങനെ ദൂഷണം പറയുക, പരിഹസിക്കുക, അധിക്ഷേപിക്കുക. അതുപോലെ തന്നെ സ്ലീഹന്മാരുടെ അധികാരത്തെ, അതായത് ശ്ലൈഹിക അധികാരത്തെ ബഹുമാനിക്കാതിരിക്കുക. സ്ലീഹന്മാര് ഞങ്ങളെ മെത്രാന്മാരെ വാഴിച്ചപ്പോൾ അവർ അധികാരം കഴിഞ്ഞു, ഇനി ഞങ്ങളാണ് സഭയിലെ കാര്യങ്ങൾ നടത്തണേ, സ്ലീഹന്മാർക്ക് എന്താ അധികാരം? ഇങ്ങനെ സ്ലീഹന്മാരുടെ അധികാരത്തെയും മാലാഖമാരുടെ അസ്തിത്വത്തെയും ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അന്തസ്സിനെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ നുഴഞ്ഞു കയറി നേതൃസ്ഥാനങ്ങൾ വന്നവര് വേദവിപരീതം പഠിപ്പിക്കുകയും വേദവിപരീതം പഠിപ്പിച്ചിട്ട് ഒരു ശീഷ്മ, ഒരു വിഭാഗീയത സൃഷ്ടിച്ചിട്ട് ഒരു ഭാഗത്ത് തങ്ങളുടെ കൂടെ നിർത്തുകയും ചെയ്യാം. അവർ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് ആളുകൾ കുറച്ച് പേര് പേടിച്ചിട്ടും, കുറച്ച് പേര് ചില സിമ്പതി കിട്ടാനായിട്ടും, ചിലർ ചില സ്ഥാനമാനങ്ങൾ കിട്ടാനായിട്ടും, ചില എല്ലിക്കണകൾ കിട്ടാനായിട്ടൊക്കെ ഇങ്ങനെ അധികാരത്തിലുള്ളവർ പിന്താങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങളെ അനുസരിച്ചാൽ മതി, ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ, സ്ലീഹന്മാരെ അനുസരിക്കുകയോ മാർപ്പാപ്പയെ അനുസരിക്കുകയൊക്കെ ചെയ്താൽ ശരിയാവില്ല, ഞങ്ങളനുസരിച്ചാൽ മതി, ഞങ്ങളാണ് നിങ്ങളുടെ അധികാരികൾ, ഞങ്ങൾക്ക് അപ്രമാദിത്വമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില നേതാക്കന്മാരുടെ വ്യാജ പ്രബോധനങ്ങൾ, ഇതിനെതിരെയാണ് യൂദാസ് ലീഗ പറയുന്നത്. അതായത് വിശ്വാസ സത്യങ്ങളെയും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെയും, അതും നൂറ്റാണ്ടുകളായി സ്ഥാപിക്കപ്പെട്ട് ജനങ്ങളുടെ മനസ്സിൽ കയറി ജനങ്ങൾക്കെല്ലാം അറിയാം, അങ്ങനെയുള്ള വിശുദ്ധമായ പൈതൃകത്തെ അവമാനിക്കുന്ന നേതൃസ്ഥാനത്തെ കള്ളപ്രവാചകന്മാര്, വ്യാജ പ്രബോധകര്, അവരെയാണ്. അപ്പം മാലാഖമാരെ പോലും അവഹേളിക്കുന്ന ഇവർക്കെതിരെയാണ് യൂദാസ് ലീഗ ലേഖനം എഴുതുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുമല്ലോ. മാർത്തോമാ സ്ലീഹ എന്ന നമ്മുടെ സീറോ മലബാർ സഭയുടെ, പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ, പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ചിഹ്നമായ മാർത്തോമാ സ്ലീഹയെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുക മെത്രാന്മാര്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? നമ്മുടെ തക്സയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കവർ പേജിനകത്ത് പ്രിന്റ് ചെയ്യുന്ന മാർത്തോമാ സ്ലീഹയാണ്. നിങ്ങൾ ഏത് തക്സ എടുത്ത് നോക്കൂ, നമ്മൾ റാസ കുർബാനിൽ എഴുന്നള്ളിക്കുന്നത് മാർത്തോമാ സ്ലീഹയാണ്. എല്ലാവിടെയും മാർത്തോമാ സ്ലീഹയാണ് നമ്മുടെ ഔദ്യോഗിക ചിഹ്നം. അതിന് വളരെ മോശമായിട്ട് അവതരിപ്പിക്കുക. മാനിക്കാനാന്ന് പറയുക, അത് പാഷാണ്ഡതയെന്ന് പറയുക. റോമിൽ നിന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്, ഈ കാപ്പയുടെ പുറകിൽ മാർത്തോമാ സ്ലീഹയെ പാടൂ. അച്ഛൻ ഈ ദൈവത്തെങ്കിലും തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇല്ലേ, ആ സ്വർഗീയ അന്തരീക്ഷവും ഈ മാർത്തോമാ സ്ലീഹയുമാണ് ജനങ്ങൾ കാണേണ്ടത്. ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് പോലും വലിയൊരു കുരിശ് വെക്കണമെന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്. അച്ഛന്റെ മുഖം കാണരുത് ജനങ്ങള്, കാരണം കർത്താവിനെ കാണണം. ഇങ്ങനെയുള്ള ഈ ഇത്രയും വിശുദ്ധമായ സംഗതിയെ നുഴഞ്ഞു കയറി അധികാരത്തിൽ വന്നവർ തന്നെ അവമാനിക്കുമ്പോൾ അവർക്കെതിരെ തൂലിക ചലിപ്പിക്കുകയാണ് യൂദാസ് ലീഗ. ഈ സഭയിലെ അന്നത്തെ മെത്രാന്മാർക്കെതിരെ യോഹന്നാന്റെ മൂന്നാമത്തെ ലേഖനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തരത്തിൽ തന്നെയാണ്. അത് ഞാൻ ആ യോഹന്നാൻ സ്ലീഹ എഴുതിയ ലേഖനം കത്തിച്ചു കളഞ്ഞ അന്നത്തെ ഒരു മെത്രാൻ, ഞാൻ അതേക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പിന്നീട് പറയാം. നമ്മളുടെ എല്ലാ മതങ്ങളിലും കിഴക്കോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥന, നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. കാരണം എന്താണ്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് താമസിച്ചു, പാർത്തു. ദൈവം ഭൂമിയിൽ വന്നു, മനുഷ്യനായി വന്നു. അവൻ വന്നത് ഒരു സ്ഥലത്താണ്, ഒരു സമയത്താണ്. ആ ചരിത്ര സംഭവത്തിലാണ് നമ്മുടെ ഉത്ഭവം. ആ ചരിത്ര സംഭവത്തിലേക്ക്, ഉറവിടത്തിലേക്ക് നോക്കി നിൽക്കണം എന്നതിനെയാണ്
കിഴക്കോട്ട് തിരിയാന്ന് പറയണേ. അത് എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്, നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ഈ ചരിത്രത്തെ നിഷേധിക്കുകയാണ് അങ്ങോട്ട് തിരിഞ്ഞില്ലെങ്കിൽ. അതുപോലെ മധുബഹ വിരി തുറക്കുന്നു എന്ന് തക്സയിൽ എഴുതിയിട്ടുണ്ട്. അത് തുറക്കണോ തുറക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് മെത്രാൻ പറയാണ്. അതെന്ത് മര്യാദ? അത് ഞങ്ങൾക്ക് പ്രെറോഗറ്റീവ്സ് ഉണ്ട് അല്ലേ, പ്രിവിലേജസ് ഉണ്ട്. എന്തിന് ഈ മനുഷ്യരെ മുറും വെറുപ്പിക്കാനോ? 98% വരുന്ന മനുഷ്യർ വെറുപ്പിക്കാനാണോ പ്രെറോഗറ്റീവ്സ്? നിങ്ങളുടെ വിശേഷ അധികാരം അതിനു വേണ്ടിയാണോ? തക്സയിൽ എഴുതി വെച്ചതിന് തല തിരിഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് അങ്ങനെ തന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. ഈ അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ രൂപത്തിൽ ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം? അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? മധുബഹ വിരി അല്ലേ വേണമെന്ന് എഴുതിയിരിക്കുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മാർ തോമസ് ലീവ നമ്മുടെ ഔദ്യോഗിക ചിഹ്നമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ തന്നെ നിഷേധിക്കുന്നു. എന്തിന്? ഇത് രണ്ടും നിഷേധിക്കുന്നത് എന്തിനാണ്? അങ്ങോട്ട് തിരിയരുത്, ദൈവത്തെങ്കിലേക്ക് തിരിയരുത്. സാത്താന് കുരിശ് കണ്ടതുപോലെയാണ് മെത്രാന്മാർക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞാല്, സ്ലീവ കണ്ടാല്. എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് അവരെ എങ്ങാനും നിങ്ങൾ ചെയ്ത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ശാപം, മെത്രാന്റെ ശാപം, അച്ഛന്റെ ശാപം. അങ്ങനെയാണെങ്കിൽ യൂദാസ് ലീഗയും യോഹന്നാൻ ലീഗയുള്ള ഏറ്റവും വലിയ ശാപമായിട്ടുണ്ടാവുക. അന്നത്തെ മെത്രാന്മാർക്ക് എതിരെയാണ് ഒരു ലേഖനം എഴുതിയത്. നമ്മളെ സെമിനാരികളിലും നമ്മുടെ ഇടവകളിലും ഏറ്റവും പഠിപ്പിക്കേണ്ട ചില ലേഖനങ്ങൾ: പത്രോസിന്റെ 2ാമത്തെ ലേഖനം, യൂദാസ് ലീഗയുടെ ലേഖനം, യോഹന്നാന്റെ 2-3 ലേഖനങ്ങൾ. ഇത് അന്നത്തെ മെത്രാന്മാർക്ക് എതിരെ എഴുതിയ ലേഖനങ്ങളാണ്. പത്രോസിന്റെ 1ാമത്തെ ലേഖനം മെത്രാന്മാർക്ക് തന്നെ എഴുതിയതാണ്. പിന്നെ തിമോത്തിക്കും തീത്തോസിനൊക്കെ എഴുതിയ ലേഖനം പഠിപ്പിക്കണം. ഇതൊക്കെ മെത്രാന്മാർക്ക് എതിരെ എഴുതിയതാ. മെത്രാന്മാർക്ക് അനുകൂലമായിട്ടും മെത്രാന്മാർക്ക് എതിരെയായിട്ടും. ഇന്നത് വളരെ പ്രസക്തമായിരിക്കുന്നു. ഇവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് നമ്മുടെ യൂദാസ് ലീഗ പറയുന്നത് വളരെ എന്താ പറയുക, ഇവർ മൃഗങ്ങളെ പോലെയാണെന്ന് പറയണേ. ഇവര് ഈ പറഞ്ഞ അധികാരത്തിൽ വന്നിട്ടുള്ളവർ മൃഗങ്ങളെ പോലെയാണ്. 10ാമത്തെ വാക്യത്തിൽ അതാണ് ശ്ലീഹ പറയുന്നത്. ഭയങ്കര ശക്തമായൊരു വചനമാണിത്. ഞാൻ അത് വായിക്കാം. ഇവരാകട്ടെ, അതായത് നുഴഞ്ഞു കയറി നേതൃത്വത്തിൽ ഇരിക്കുന്ന ഇവരാകട്ടെ, തങ്ങൾക്കറിയാത്ത കാര്യങ്ങളെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ ജന്മവാസന കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങളാൽ തങ്ങളെ തന്നെ വഷളാക്കുന്നു. ഭയങ്കര ശക്തമായ ആരോപണമാണ് അന്നത്തെ നേതൃത്വത്തിൽ നുഴഞ്ഞു കയറിയ ആളുകൾക്കെതിരെ യൂദാസ് ലീഗ എഴുതിയിരിക്കുന്നത്. തങ്ങൾക്ക് വലിയ അറിവുണ്ടെന്ന നാട്യത്തിലാണ് നുഴഞ്ഞു കയറി അധികാര സ്ഥാനങ്ങളൊക്കെ വന്നിരുന്നത് സഭയിൽ പ്രശ്നമുണ്ടാക്കാൻ. എന്നാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് അവർ പഠിപ്പിക്കുന്നു. നമ്മൾ എറണാകുളത്ത് അവർ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇതാ ഞാൻ കണക്ട് ചെയ്യാൻ കാരണം. എത്ര വലിയ മണ്ടന്മാരാണ് അവര്. നമ്മുടെ കാലത്ത് യുക്തിവാദികൾ കണ്ടിട്ടില്ലേ? ദൈവമില്ല. എന്തുകൊണ്ടാ? എൻ്റെ ബുദ്ധിക്ക് തോന്നണില്ല. അവന്റെ ബുദ്ധിയാണ് ദൈവത്തെക്കാൾ വലുതെന്നാണ്. ദൈവമില്ല കാരണം വയനാട് ദുരന്തം ഉണ്ടായി. വയനാട് മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും മരിക്കും. വയനാട്ടിലുള്ളവർ മാത്രമല്ല മരിക്കുക, നമ്മളെല്ലാവരും മരിക്കും. മരണം എവിടെ, എങ്ങനെ, എപ്പോൾ വേണമെന്നുള്ള ദൈവം നിശ്ചയിക്കണേ. വയനാട്ടിൽ ദുരന്തമുണ്ടായത് കൊണ്ട് ദൈവമില്ല. ഇറാനിൽ യുദ്ധം നടക്കുന്നുണ്ട്, ദൈവമില്ല. നിങ്ങളുടെ കയ്യിൽ കത്തി കിട്ടി, എന്തിനാ? വെജിറ്റബിൾ കട്ട് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ഒരാളുടെ ദേഹത്ത് കുത്തിയാലോ? അപ്പൊ ഒരാളുടെ ദേഹത്ത് കുത്തുമെന്ന കാര്യത്തിൽ കത്തി തരാണ്ടിരിക്കണോ? നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമാണ് മനുഷ്യനാക്കുന്നത്. അതിന് ഇല്ലേ ഹിറ്റ്ലർ എന്തുകൊണ്ട്, യുദ്ധം എന്തുകൊണ്ട്, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് തീർത്തും യുക്തിയില്ലാത്ത ആളുകളെ ആണ്. അതുപോലെയാണ് ഈ നുഴഞ്ഞ കയറി അധികാരത്തിൽ വരുന്നവര്. ഞങ്ങൾ തീരുമാനിക്കും സഭ വേണമെന്ന്, ഞങ്ങൾ തീരുമാനിക്കും എന്താണ് സത്യമെന്ന്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന സ്ലീഹന്മാർ നൽകിയ സത്യോ? ശ്ലൈഹിക പിന്തുടർച്ചയിലാണ് ഇവർ നിൽക്കുന്നത്. ഈ ശ്ലൈഹിക പിന്തുടർച്ചയിൽ നിൽക്കുന്നവര് ശ്ലൈഹന്മാരുടെ പ്രബോധനത്തെയും സഭയുടെ പ്രബോധനത്തെയും പൈതൃകത്തെയും നിഷേധിച്ചാൽ അവർ ശരിക്കും ആ പിന്തുടർച്ചയിലുള്ളവരാണോ? എറണാകുളത്ത് ഈ ശാസ്ത്ര സത്യം എന്ന ലേബിലൂടെ പടച്ചുവിടുന്ന പലതും വെറും സിദ്ധാന്തങ്ങളോ വെറും തട്ടിപ്പുകളോ ആണെന്ന് ഓർക്കണേ. ഈശ്വര വിരുദ്ധ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരിക. ഒന്ന് അവരെ വെല്ലുവിളിച്ച അപ്പോൾ അവർ അടങ്ങും. അവർക്ക് ഇല്ല പിന്നെ ആർഗ്യുമെന്റ്സ്. എന്നിട്ട് യൂദാസ് ലീഗ പറയാണ്, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ ജന്മവാസന കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങളെ തങ്ങളെ തന്നെ വഷളാക്കുന്നു.
മൃഗതൃഷ്ണയാണ് മനുഷ്യ സ്നേഹം എന്നവർ തെറ്റിദ്ധരിക്കുന്നു. അതിനാൽ മൃഗങ്ങളെപ്പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും ഒരു പശുവിന് സ്ഥിരമായിട്ടൊരു കാള ഭർത്താവായിട്ട് ഇല്ലാത്തതുപോലെ ഒരു സ്ത്രീക്ക് സ്ഥിരമായിട്ടൊരു ഭർത്താവ് വേണ്ട, ഒരു പുരുഷന് സ്ഥിരമായി ഭാര്യ വേണ്ട, സമുദായത്തിന്റെയോ മതത്തിന്റെയോ നിയന്ത്രണങ്ങൾ ഈ സഹജവാസങ്ങൾക്ക് എതിരാണ് എന്നെല്ലാമാണ് ഈ നേതാക്കന്മാർ പഠിപ്പിച്ചത്. നമ്മുടെ ഏതൊരു മെത്രാൻ പറഞ്ഞില്ലേ, വ്യഭിചാരം ചെയ്തിട്ട് ഞങ്ങൾ വന്ന് കുർബാന അർപ്പിച്ചാലും കുർബാനയാണ്. തീർച്ചയായിട്ടും വൈദികന്റെ യോഗ്യത കൊണ്ടല്ല കുർബാനയാകുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വ്യഭിചാരം ചെയ്ത് വന്നിട്ട് കുർബാന അർപ്പിച്ചാലും അത് കുർബാനയാണ്, നിങ്ങൾ കണ്ടുപോയിക്കോ എന്നൊക്കെ ഇത്ര ധാർഷ്ട്യത്തോടെ ഒരു മെത്രാൻ എങ്ങനെ പറയാൻ പറ്റും? ഇത് തന്നെയല്ലേ ഇവരും പഠിപ്പിച്ചത്. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ ജന്മവാസന കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങളാൽ തങ്ങളെ തന്നെ വഷളാക്കുകയാണ്. തങ്ങളുടെ ലൈംഗിക അരാജകത്വത്തെ ന്യായവൽക്കരിക്കാൻ തിരുവചനങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് നിങ്ങളെ ശാസിക്കട്ടെ എന്ന്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വേദവിപരീതം പഠിപ്പിക്കുന്ന, അതായത് പാഷാണ്ഡത പഠിപ്പിക്കുന്ന, അങ്ങനെ സഭയിൽ വിഭാഗീയത എന്ന് പറഞ്ഞ ശീഷ്മം ഉണ്ടാക്കുന്ന ആളുകളെ മൃഗങ്ങളായിട്ടാണ് യൂദാസ്ലീഹ കാണുന്നത്. അവർ മനുഷ്യരായിട്ടില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർ അജ്ഞരാണ്. മൃഗങ്ങളുടെ ഗതി എന്താണ്? പിടിക്കപ്പെട്ട് കൊല്ലപ്പെടുക. ഈ വേദവിപരീതക്കാരെയും പാഷാണ്ഡത പഠിപ്പിക്കുന്നവരെയും ശീഷ്മയുണ്ടാക്കുന്നവരെയും കാത്തിരിക്കുന്ന ശിക്ഷാവിധി അതാണ്, ദൈവം നൽകുന്ന മരണശിക്ഷ. ദൈവം നൽകുന്ന മരണശിക്ഷ നമുക്ക് നോക്കാം. നിങ്ങൾ കർത്താവിനെതിരെയും കർത്താവിന്റെ സ്ലീഹന്മാർക്കെതിരെയും പ്രവർത്തിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അന്ത്യം എന്താണെന്ന് ഞങ്ങൾ കാണും. നമുക്ക് നോക്കാം, കർത്താവാണോ വിജയിക്കുക, അതോ നിങ്ങൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന സാത്താന്റെ ആളുകളാണോ വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കർത്താവിനെ പരീക്ഷിക്കാതിരിക്കുക, കർത്താവ് നിങ്ങളെ ശാസിക്കട്ടെ എന്നാണ് യൂദാസ്ലീഹയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.